വെൽക്കം ബാക്ക് ടു ഡുങ്കൂസ് യൂണിവേഴ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മൾ മഞ്ഞൾ കുഴിക്കുന്നതാണ്. ഞാൻ പൊടിപ്പിക്കാം മഞ്ഞൾ വേണമല്ലോ. മഞ്ഞൾ ഉണങ്ങിയിരിക്കും, ഉണങ്ങിയിട്ട് അതാണ് നമ്മൾ കുഴിക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പറമ്പ് നിറച്ചും മഞ്ഞളാണ്, പക്ഷെ എവിടെയാണെന്ന് പോലും മനസ്സിലാവില്ല. ഇപ്പോൾ വെയിലായതുകൊണ്ട് അതിൻ്റെ എല്ലാ ഇലയും അതൊക്കെ ഉണങ്ങിയിട്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ തപ്പി കണ്ടുപിടിച്ചിട്ട് വേണം മഞ്ഞൾ കുഴിക്കാൻ. ഇതുണ്ട്, ഇതാണ് മഞ്ഞളിൻ്റെ ഉണങ്ങിയ ഇലകൾ. അത് നമ്മൾ കുഴിച്ചിട്ട് എന്ത് ചെയ്യാണ്, മഞ്ഞളെടുത്തിട്ടിരിക്കുകയാണ്. ആക്ച്വലി എല്ലാം ശോഷിച്ചു പോയി, കാരണം വെയിൽ കാരണം എല്ലാം ഉണങ്ങിയിട്ട് ശോഷിച്ച് പോയിട്ടിരിക്കുകയാണ്. നമ്മളിതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിക്കും. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു 15 കിലോ ഞാൻ ഒറ്റയ്ക്ക് കുഴിച്ച് ഉണക്കി പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചില്ല, കടയിൽ കൊണ്ട് കൊടുക്കും. പൈസ കുറവായിരിക്കും, എന്നാലും ഉണക്കി ഞാൻ കൊണ്ട് കൊടുത്തായിരുന്നു. അല്ലേ മേ? ആ നാളെ തള്ളു വന്ന് കുറച്ച് പേര് വിചാരിക്കും തള്ളുമല്ല, അത് സത്യമായിട്ടും ഞാൻ ഒറ്റയ്ക്ക്. വലിയ കാര്യത്തിൽ മഞ്ഞൾ ഒഴിക്കാൻ വന്നതാണ്. അപ്പോൾ പക്ഷെ മഞ്ഞൾ ഇട്ട് വയ്ക്കാനുള്ള തിങ്സ് ഒന്നും നമ്മൾ എടുത്തിട്ട് വന്നില്ല. അപ്പോൾ ഇനി ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ഞളിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മഞ്ഞൾ എപ്പോഴും ഇങ്ങനെ നട്ട് വെച്ച് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നട്ട് നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ, അതിന് ശേഷം അതിനൊരു കണ്ടാന്ന് പറയും, അതിൻ്റെ വിത്ത്. ആ വിത്ത് വന്നിട്ട് അപ്പം തന്നെ നമ്മളവിടെ കുഴിച്ചിടുകയാണെങ്കിൽ അടുത്ത വർഷം തനിയെ അത് മുളച്ച് മഴയിൽ മുളച്ചിട്ട് തനിയെ അതുണ്ടായിക്കോളും. നമ്മളവിടെ ഇങ്ങനെയാണ് ഉണ്ടാവാറ് പൊതുവെ. നമ്മൾ അതിനായിട്ട് തടമെടുത്ത് നടുവൊന്നുമില്ല. പണ്ടൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ നടാറൊന്നുമില്ല. സോ നമ്മൾ ഈ കൊട്ട എടുത്തിട്ട് മഞ്ഞൾ എടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ ഒരു വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു രസം, അതുകൊണ്ട് എടുക്കണം. ഇതിപ്പോൾ 3ാമത്തെ സ്ഥലത്തു നിന്നാണ് നമ്മൾ മഞ്ഞൾ കുഴിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ഇത്രയും മഞ്ഞളുണ്ട്. ഇനി ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ തപ്പി കണ്ടുപിടിച്ച് പോയി കുഴിക്കും. ഇവിടെ ഒരു അവശിഷ്ടം നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ഷീറ്റിൻ്റെ. ഇതായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ വീട് കേട്ടോ. ഞാൻ അധികം വൈകാതെ നമ്മുടെ വീടിൻ്റെ ഹൗസ് ടൂർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പഴയ വീടിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. വാവ്, നോക്കൂ മഞ്ഞൾ, നോക്കൂ കണ്ട. ഇങ്ങനെ കുണ്ട നമ്മളിതിന് കുണ്ടാന്ന് പറയും. മഞ്ഞളിൻ്റെ വിത്തിനെ കണ്ടാന്നും ഇങ്ങനെ പറിച്ചെടുക്കുന്ന കടയോടുള്ള സാധനത്തിനെ കുണ്ടാന്നുമാണ് ഞങ്ങൾ പറയുക. നിങ്ങളുടെ നാട്ടിലെന്താ പറയാന്ന് പറയുന്നത് കമൻറ്റ് ബിലോ. ഇത് നോക്ക്, നിലവിൽ കിട്ടിയത്. ആക്ച്വലി മഞ്ഞൾ വന്നിട്ട് നമ്മൾ കുഴിച്ചെടുക്കുമ്പം കുറേ ഉണ്ടാവും, പക്ഷെ അത് പുഴുങ്ങി കഴിഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ല. അത് ചുരുങ്ങിയിട്ട് നല്ലോണം കുറയും. സോ അതുകൊണ്ട് നമ്മളൊരു 30 കിലോ കുഴിച്ചെടുത്താൽ മാത്രം 15 കിലോ ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ. ഒരു ഉണ്ട തിങ്സ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് മാനിൻ്റെ കാട്ടം.
രാത്രി പറമ്പ് നിറച്ച് മാനായിരിക്കും. അപ്പം അപ്പി ഇട്ടിട്ട് പോകുന്നതാണത്. ഞങ്ങളുടെ ഏരിയ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. ഇത് ഞങ്ങളുടെ അയൽവക്കക്കാരൻ. ടോട്ടൽ ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിലവിൽ നമ്മളെ മഞ്ഞൾക്കുഴി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ ഇനി നമ്മൾ പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി വീട്ടാവശ്യത്തിന് വേണ്ടി പൊടിക്കും. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കാറില്ല. മഞ്ഞൾ കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് എങ്ങനെയാണ് നമ്മൾ മഞ്ഞൾ പൊടിയാക്കുക എന്നുള്ളതിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ വേരുകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമ്മളത് ചെമ്പിലിട്ട് വെള്ളമൊഴിച്ച് പുഴുങ്ങും. പുഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇത് എങ്ങനെ പുഴുങ്ങി ഇതാ നല്ല ആവി പറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. ഇതിപ്പോൾ പുഴുങ്ങിയ മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മഞ്ഞൾ എങ്ങനെ ഇത് വെന്തു എന്നറിയണമെങ്കിൽ നമ്മളിങ്ങനെ ഒടിച്ച് നോക്കണം. കണ്ട, ഒടിച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് ഒടിഞ്ഞു വരും വെന്ത മഞ്ഞളാണെങ്കിൽ. ഇനി വേവാത്ത മഞ്ഞളാണെങ്കിൽ അങ്ങനെ ഒടിയില്ല. അപ്പം അങ്ങനെയാണ് നമ്മളിത് വെന്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത്. വേവിച്ചൊരു മഞ്ഞളെടുത്തിട്ട് ഇങ്ങനെ ഒടിച്ച് നോക്കണം. ഭയങ്കര ചൂട്. വേവിച്ചപ്പോഴത്തേക്കും മഴ വരാനായിട്ടുണ്ട്. ഇനി നാളെ വെയിലത്തിട്ട് നമ്മളത് ഉണക്കും. നല്ലോണം ഉണങ്ങിയിട്ട് ഉള്ള രീതി ഞാൻ കാണിച്ചു തരാം. കണ്ട മഞ്ഞൾ ഇങ്ങനെയുണ്ടാവുക. ഒരു 6 ദിവസം നമ്മൾ അത് വെയിലത്തിട്ട് ഉണക്കിയപ്പോഴത്തേക്കും അത് നേരെ പകുതിയായിട്ട് ചുരുങ്ങി കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ അതിങ്ങനെ ഇട്ട് തിരുമ്പുമ്പോൾ അതിനകത്തുള്ള ബാക്കിയുള്ള എക്സ്ട്രാ പൊടികളൊക്കെ പോയിട്ട് ഇപ്പം അമ്മ അത് കൂട്ടിലാക്കുകയാണ്. ഇനി അത് നമ്മൾ പൊടിക്കാൻ കൊടുക്കും മില്ലിൽ. ടോട്ടൽ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള പൊടി അപ്പോൾ നമ്മൾ അത് പൊടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് അത്ര മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് DM ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഓർഗാനിക് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കളർ ചേർത്തതൊന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.